നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിൽ വലിയ രാഷ്ട്രീയ ചലനങ്ങൾ ഉണ്ടാക്കിയ ഒരു തട്ടിപ്പായിരുന്നു ശബരിമല സ്വർണ്ണക്കൊള്ള. ശബരിമലയിലെ ശ്രീകോവിൽ സ്വർണം പൊതിഞ്ഞ ചെമ്പുപാളികൾ, ആ പാളികളിൽ നിന്ന് സ്വർണം അടിച്ചുമാറ്റി എന്നതാണ് ശബരിമലയിൽ നടന്നത്. അതായത് കട്ടിളപ്പാളിയിലെയും ദ്വാരപാലക ശില്പങ്ങളിലെയും സ്വർണ്ണപ്പാളികൾ എടുത്തുമാറ്റുകയും അവ അവിടെ നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കടത്തുകയും അതിലുണ്ടായിരുന്ന സ്വർണം, അതായത് പരമ്പരാഗതമായി പൂശിയ സ്വർണം, അത് അതിൽ നിന്നും വേർതിരിച്ചെടുക്കുകയും അതേ പാളിയിൽ തന്നെ ഇലക്ട്രോപ്ലേറ്റ് ചെയ്ത സ്വർണം ഇലക്ട്രോപ്ലേറ്റ് ചെയ്ത് ആ പാളികൾ തിരികെ എത്തിച്ച് പുനഃസ്ഥാപിക്കുകയുമായിരുന്നു. ഇങ്ങനെ കട്ടളപ്പാളികളിലെയും അതുപോലെ തന്നെ ദ്വാരപാലക ശില്പങ്ങളിലെയും സ്വർണം അടിച്ചുമാറ്റി എന്നാണ് ഇതുവരെയുള്ള കണ്ടെത്തൽ. ഇനി ഇത് ഇപ്പോൾ പിടികൂടിയില്ലായിരുന്നുവെങ്കിൽ ഇനിയിപ്പോൾ ശ്രീകോവിലുമായി ബന്ധപ്പെട്ട മറ്റ് ക്ഷേത്ര ഭാഗങ്ങളിൽ നിന്നുമൊക്കെ സ്വർണം ഇതേ രീതിയിൽ അടിച്ചുമാറ്റപ്പെടുമായിരുന്നു. പ്രത്യേകിച്ച് മേൽക്കൂര ഭാഗത്തൊക്കെ വലിയ അളവിൽ സ്വർണം അടങ്ങിയിട്ടുണ്ട്. ദീർഘകാലത്തെ ഒരു മോഷണ പദ്ധതിയായിരുന്നു, കേരളത്തെ ഞെട്ടിച്ച ഒരു തട്ടിപ്പായിരുന്നു എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇതുമായി ബന്ധപ്പെട്ട വലിയ അന്വേഷണങ്ങൾ നടക്കുകയാണ്. ആദ്യം ദേവസ്വം വിജിലൻസ് അന്വേഷിച്ചു, പിന്നീട് കേരള ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കുന്നു. അന്വേഷണവുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം ഇതുവരെ രഹസ്യമാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങളൊന്നും പുറത്തറിയാൻ സാധിക്കുന്നില്ല. കുറ്റപത്രം സമർപ്പിക്കുന്ന അവസരത്തിൽ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഞെട്ടിക്കുന്ന വിവരങ്ങൾ കേരളത്തിലെ പൊതുസമൂഹം അറിയും എന്നാണ് സൂചന. അങ്ങനെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഇല്ലെങ്കിൽ അന്വേഷണം കാര്യക്ഷമമായിരുന്നില്ല എന്ന് വ്യക്തമാണ്. കാരണം അത്രമാത്രം വലിയ ഒരു ക്ഷേത്ര കൊള്ളയാണ് ശബരിമലയിൽ നടന്നിരിക്കുന്നത്. ശബരിമല ക്ഷേത്ര കൊള്ള അല്ലെങ്കിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് ശേഷം കേരളത്തിൽ വീണ്ടും പല സ്വർണ്ണക്കൊള്ളകളും ചർച്ചയാകാൻ പോകുന്നു എന്നതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അത് ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്ന ചില ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കോട്ടയത്തെ ഏറ്റുമാനൂരിലുള്ള ശ്രീ മഹാദേവ ക്ഷേത്രം. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തെ പ്രശസ്തമാക്കുന്നത്, ലോക പ്രശസ്തമാക്കുന്നത് അവിടുത്തെ ഏഴര പൊന്നാനകളാണ്. അതായത് പ്ലാവിൻ്റെ തടിയിൽ തീർത്തതിന് ശേഷം സ്വർണ്ണ തകിട് കൊണ്ട് പൊതിഞ്ഞു സൂക്ഷിച്ചിരിക്കുന്ന 7 വലിയ ആനകളുടെയും ഒരു ചെറിയ ആനയുടെയും ശില്പമാണ് ഏഴര പൊന്നാന എന്നറിയപ്പെടുന്നത്. ഏഴര പൊന്നാനകളെ ദർശിക്കാനായി ലക്ഷക്കണക്കിന് ഭക്തരാണ് ക്ഷേത്രത്തിൽ ഈ ദർശനം നടക്കുന്ന സമയത്ത് എത്തിച്ചേരുന്നത്. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഈ ഏഴര പൊന്നാനകളുടെ പ്രസക്തി, അതിൻ്റെ ചരിത്ര പ്രാധാന്യമെല്ലാം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ്. തിരുവിതാംകൂർ കുടുംബത്തിലെ രാജാക്കന്മാർ, പ്രത്യേകിച്ചും അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ അടക്കമുള്ള രാജാക്കന്മാരാണ് ഈ ക്ഷേത്രത്തിൻ്റെ, അതായത് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിനുള്ള ഒരു കാണിക്കയായി 7 ആനകളുടെയും അതായത് 8 ആനകളുടെയും ഈ സ്വർണ്ണ ശില്പം സമ്മാനിച്ചത്. അതിനുശേഷം ഏഴര പൊന്നാനകളുടെ ദർശനത്തിനായി ക്ഷേത്ര സന്നിധിയിലെത്തുന്നത് ഭക്തലക്ഷങ്ങളാണ് എന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഏഴര പൊന്നാന ആ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തെ ലോക പ്രശസ്തമാക്കി എന്ന് തന്നെ പറയാം. സത്യത്തിൽ ഈ ഏഴര പൊന്നാനകളുടെ നിർമ്മിതി അതൊന്നുകൂടി പറയേണ്ടതാണ്. പ്ലാവിൻ്റെ തടി കൊണ്ട് ആനയുടെ ശില്പം ഉണ്ടാക്കുന്നു, അതിനുശേഷം സ്വർണ്ണ തകിടുകൾ കൊണ്ട് ഈ ശില്പത്തെ പൊതിയുന്നു. അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. സാധാരണഗതിയിൽ ഈ ശില്പത്തിൽ സ്വർണം പൂശിയ ചെമ്പുപാളികളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലോഹപാളികളോ ആണ് പൊതിയാറുള്ളത്. പക്ഷേ ഇവിടെ സ്വർണ്ണപ്പാളികൾ കൊണ്ട് തന്നെയാണ് ഈ ഏഴര പൊന്നാനകളെയും പൊതിഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് ഈ ശില്പങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസക്തി എന്ന് പറയുന്നത്. ഈ ഏഴര പൊന്നാനകളുടെ സ്വർണത്തിൻ്റെ മാറ്റു കുറഞ്ഞു എന്ന ഞെട്ടിക്കുന്ന ആരോപണമാണ് അടുത്ത കാലത്തായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പല വ്യക്തികളും ഇങ്ങനെ ഏഴര പൊന്നാനകളുടെ മാറ്റു കുറഞ്ഞു എന്ന ഞെട്ടിക്കുന്ന ആരോപണം ഉയർത്തിയിട്ടുണ്ട്. ഈ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ്. ഏഴര പൊന്നാനകളുടെ മാറ്റ്, തൂക്കം എന്നിവ പരിശോധിക്കാനായി ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. ഹൈക്കോടതി ജഡ്ജിമാരായ ജസ്റ്റിസ് വി രാജ വിജയരാഘവൻ, ജസ്റ്റിസ് KP ജയകുമാർ എന്നിവരടങ്ങുന്ന ദേവസ്വം ബെഞ്ചാണ് ഇങ്ങനെ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. AG പ്രസാദ് എന്ന ഒരു ഭക്തൻ്റെ ഹർജി പരിഗണിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു ഉത്തരവ് ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഏഴര പൊന്നാനകളിലെ യഥാർത്ഥ സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന ഒരു ആശങ്ക, ആ ആശങ്കയിലുള്ള ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസം നൽകുന്ന ഒരു ഹൈക്കോടതി വിധിയാണ് ഇപ്പോൾ ദേവസ്വം ബെഞ്ചിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. ദേവസ്വം ബെഞ്ച് വളരെ കൃത്യമായി തന്നെ ഈ ഏഴര പൊന്നാനകളുടെ തൂക്കവും
മാറ്റും എല്ലാം പരിശോധിക്കാനും ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന രജിസ്റ്ററുകളുടെയും മറ്റ് രേഖകളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ പരിശോധിക്കാനാണ് ഉത്തരവിട്ടിരിക്കുന്നത്. ശാസ്ത്രീയമായ ഈ പരിശോധന നടത്തുന്നതിന് സ്വർണ്ണപ്പണിക്കാരൻ്റെ സേവനം അടക്കം ഉപയോഗപ്പെടുത്താനാണ് ഇപ്പോൾ ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. 13 കിലോഗ്രാം സ്വർണം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ 7.5 പൊന്നാനകളുടെ സ്വർണം പൊതിയൽ പൂർത്തിയായിരിക്കുന്നത്. അത് പ്ലാവിൻ തടികൾ കൊണ്ടുള്ള ശില്പവും സ്വർണ്ണ തകിടുകളും മാത്രമാണ്. അതിനിടയിൽ ചെമ്പുപാളികളോ അലൂമിനിയം പ്ലേറ്റുകളോ ഒന്നും ഇല്ലായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. യഥാർത്ഥത്തിൽ ഈ പഴയ സ്വർണ്ണപ്പാളികൾ കുടുംബം തിരുവിതാംകൂർ രാജവംശം സമ്മാനിച്ച സ്വർണ്ണപ്പാളികൾ എടുത്തുമാറ്റുകയും മറ്റെല്ലാ ക്ഷേത്രങ്ങളിലും ഉള്ളതുപോലെ സ്വർണം പൊതിഞ്ഞ ചെമ്പുപാളികൾ കൊണ്ട് ഈ 7.5 പൊന്നാനകളെ പൊതിഞ്ഞിരുന്നോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള തട്ടിപ്പ് നടന്നിട്ടുണ്ടോ എന്നൊരു സംശയമാണ് ഇപ്പോൾ ബലപ്പെടുന്നത്. ആ സംശയത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഹൈക്കോടതി ഇത്തരത്തിലൊരു ശാസ്ത്രീയമായ പരിശോധനയ്ക്ക് ഉത്തരവിട്ടിരിക്കുന്നത്. എന്തായാലും ഹൈക്കോടതി വിധി ഇക്കാര്യത്തിൽ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരും എന്നാണ് ലഭിക്കുന്ന സൂചന. പക്ഷേ ഈ ആരോപണം ശരിയാവുകയും ഹൈക്കോടതിയുടെ നിർദ്ദേശാനുസരണമുള്ള പരിശോധനയിൽ സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് തെളിയുകയും ചെയ്താൽ കേരളത്തെ തീപിടിപ്പിക്കാൻ പോകുന്ന വലിയൊരു സ്വർണ്ണക്കൊള്ളയായിരിക്കും ഇത് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കാരണം ഈ 7.5 പൊന്നാനകളുടെ സ്വർണ്ണ ശില്പങ്ങൾ പുറത്തേക്കെടുക്കുന്നത് വർഷത്തിൽ ഒരു ദിവസം മാത്രമാണ്. എഴുന്നള്ളിപ്പിന് മാത്രമാണ് ഇത് പുറത്തേക്കെടുക്കുന്നത്. എഴുന്നള്ളിപ്പിന് മാത്രമാണ് ഇത് പുറം ലോകം കാണുന്നത്. ബാക്കിയുള്ള എല്ലാ ദിവസവും ഈ ക്ഷേത്രത്തിലുള്ള സ്ട്രോങ് റൂമിൽ, വോൾട്ട് റൂമിൽ ഇതിനെ സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ് പതിവ്. ആർക്കും അങ്ങനെ ആ 7.5 പൊന്നാനകൾ സ്ട്രോങ് റൂമിലേക്ക് അനധികൃതമായി കടന്നു ചെല്ലാനൊന്നും കഴിയില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ വർഷത്തിൽ ഒരു ദിവസം ഒഴികെ ബാക്കി എല്ലാ ദിവസവും ഇരുട്ടറകളിൽ കഴിയുന്ന ഈ സ്വർണ്ണശില്പങ്ങൾ, ആ സ്വർണ്ണശില്പങ്ങളെ ആരാണ് കൈക്കലാക്കിയത്? ഇങ്ങനെയൊരു അട്ടിമറി നടത്തിയിട്ടുണ്ടെങ്കിൽ ആ സ്വർണ്ണശില്പങ്ങളിൽ വോൾട്ട് റൂമിൽ പ്രവേശിച്ച് സ്വർണ്ണശില്പങ്ങളിലുള്ള സ്വർണ്ണത്തകിടുകൾ മാറ്റി അതിനെ പുറത്തേക്ക് കടത്തുക എന്ന് പറഞ്ഞാൽ അത് വലിയ ഒരു ഉദ്യമമായിരിക്കും. അത് ഒന്നോ രണ്ടോ വ്യക്തികളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നതല്ല. വമ്പൻ സ്വർണ്ണക്കൊള്ളയായിരിക്കും അത് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ദേവസ്വം ബോർഡ് ഇതുമായി ബന്ധപ്പെട്ട സത്യവാങ്മൂലം ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ആ സത്യവാങ്മൂലത്തിൽ അറ്റകുറ്റപ്പണികൾക്കോ മറ്റേതെങ്കിലും കാര്യങ്ങൾക്കോ ഇതുവരെയും 7.5 പൊന്നാനകളുടെ ശില്പങ്ങൾ ക്ഷേത്രത്തിന് പുറത്തേക്ക് കൊണ്ടുപോയതായി രേഖകളില്ല. മാത്രമല്ല അറ്റകുറ്റപ്പണികൾ നടന്നതായും രേഖകളില്ല. അങ്ങനെയെങ്കിൽ ആരാണ് ഈ സ്വർണം അടിച്ചു മാറ്റിയത്? ആരോപണം സത്യമാവുകയാണെങ്കിൽ അടിച്ചു മാറ്റിയത് മാത്രമല്ല, ഈ സ്വർണം എങ്ങനെയാണ് അടിച്ചു മാറ്റിയത്? ഈ ആർക്കും പ്രവേശനമില്ലാത്ത ക്ഷേത്രത്തിൻ്റെ അതീവ സുരക്ഷിതമായ സ്ട്രോങ് റൂമുകളിൽ പ്രവേശിച്ച് അവിടെ വെച്ചാണോ ഇത് നീക്കം ചെയ്തത്? അല്ല എങ്കിൽ 7.5 പൊന്നാനകളുടെ ശില്പം വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ പുറത്തെടുക്കേണ്ടതുള്ളൂ, ബാക്കി ഭാഗം പുറത്തെടുക്കേണ്ടതില്ല എന്ന ആനുകൂല്യം മുതലെടുത്തുകൊണ്ട് ആ ശില്പങ്ങൾ പുറത്തേക്ക് മാറ്റുകയും പുറത്തെവിടെയോ വെച്ച് ആ ശില്പങ്ങളിലെ സ്വർണം അടിച്ചു മാറ്റുകയും പകരം പുതിയ പ്ലേറ്റുകൾ സ്ഥാപിച്ച് അത് പുനഃസ്ഥാപിക്കുകയാണോ ചെയ്തത് എന്നതാണ് ഏറ്റവും വലിയ ചോദ്യം. ഇതിൽ രണ്ടാമത്തേതിനായിരിക്കും സാധ്യത കൂടുതൽ. സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ എന്തായാലും അങ്ങനെ ചെയ്താൽ തീർച്ചയായും അതിനകത്ത് വെച്ച് അടിച്ചു മാറ്റുന്നതായാലും 7.5 പൊന്നാനകൾ ക്ഷേത്രത്തിന് പുറത്തേക്ക് കടത്തി അടിച്ചു മാറ്റിയതായാലും കേവലം ഒന്നോ രണ്ടോ വ്യക്തികളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നതല്ല. ക്രിമിനൽ സ്വഭാവമുള്ള ഒരു വലിയ മാഫിയ സംഘം അതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാണ്. 13 കിലോഗ്രാം സ്വർണമാണ് അങ്ങനെയെങ്കിൽ നഷ്ടമാവുക. തിരികെ ഇലക്ട്രോപ്ലേറ്റ് ചെയ്ത സ്വർണ്ണപ്പാളികൾ പുനഃസ്ഥാപിക്കണമെങ്കിൽ അതിൻ്റെ ചെറിയൊരു അംശം സ്വർണം മാത്രം മതിയാകും. 7.5 പൊന്നാനകളുടേതടക്കമുള്ള സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന വലിയ ആശങ്ക, ആ ഭക്തജനങ്ങളുടെ ആശങ്കയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട സാധാരണക്കാരായ ഭക്തജനങ്ങൾ ഇതിൽ വലിയ ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരണമെന്ന ആഗ്രഹം അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ദശലക്ഷക്കണക്കിന് ജനങ്ങൾ വിശ്വസിക്കുന്ന ഒരു ആരാധനാമൂർത്തിയുടെ ഭാഗമായിട്ടുള്ള ശില്പങ്ങളാണ് ഈ 7.5 പൊന്നാനകൾ. ആ ശില്പങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയെന്ന് പറഞ്ഞാൽ അത് വിശ്വാസികളുടെ വികാരം വ്രണപ്പെടുത്തുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ നിന്ന് ഇത്തരത്തിലുള്ള വിലപിടിപ്പുള്ള വസ്തുക്കൾ എന്തുകൊണ്ട് മോഷണം പോകുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ആ ചോദ്യം ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നാലെ ഏറ്റുമാനൂരിലും ഇതാ ചോദ്യം ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. പരിശോധനകളിൽ അത് സത്യമാണെന്ന് തെളിഞ്ഞാൽ കേരളം വീണ്ടും ഇതൊരു വലിയ സ്വർണ്ണക്കൊള്ളയായി ചർച്ച ചെയ്യപ്പെടുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. 2025 ഇങ്ങനെ ദ്വാരപാലക ശില്പങ്ങൾ അറ്റകുറ്റപ്പണിക്കായി ചട്ടം ലംഘിച്ച് പുറത്തു
കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോഴാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള പുറത്തു വന്നത്. അതുമായി ബന്ധപ്പെട്ട രേഖകൾ ഹൈക്കോടതി പരിശോധിക്കുമ്പോഴാണ് 2019 ഇത്തരത്തിൽ സ്വർണ്ണപ്പാളികൾ ഇളക്കിക്കൊണ്ട് പുറത്തേക്ക് പോവുകയും തിരികെ കൊണ്ടുവന്നത് തൂക്ക വ്യത്യാസമുള്ള സ്വർണ്ണപ്പാളികളായിരുന്നു എന്ന് കണ്ടെത്തുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇതിൽ വലിയ ഒരു അട്ടിമറി നടന്നിട്ടുണ്ടോ, ഏറ്റുമാനൂരിലും വലിയ അട്ടിമറി നടന്നിട്ടുണ്ടോ എന്നൊരു സംശയം ഭക്തജനങ്ങളുടെ ഉള്ളിൽ ഉയരുന്നത്. ആ ആശങ്ക പരിഗണിച്ചുകൊണ്ടാണ് ഹൈക്കോടതി ഇപ്പോൾ വിശദമായ പരിശോധനയ്ക്ക് ഉത്തരവിട്ടിരിക്കുന്നത്. ആ പരിശോധന അട്ടിമറിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ തീർച്ചയായും വസ്തുതാപരമായ കാര്യങ്ങൾ പുറത്തേക്ക് വരും. അങ്ങനെ വിവരങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ ആ പഴയ 7.5 പൊന്നാന തന്നെയാണ് ഏറ്റുമാനൂർ ക്ഷേത്രത്തിലും ഇപ്പോഴുമുള്ളത് എന്ന ആ ഒരു റിപ്പോർട്ട് പുറത്തേക്ക് വരട്ടെ എന്നാണ് ഭക്തജനങ്ങൾ ആഗ്രഹിക്കുന്നത്. മറിച്ചായാൽ കേരളം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന മറ്റൊരു കൊള്ളയായി അത് മാറും.